ഹായ്, നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണോ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണോ? ഇത് കഴിഞ്ഞ് CA പെർസ്യൂ ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ CA ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യാതെ ഡയറക്റ്റ്ലി ഇൻ്റർമീഡിയറ്റിലേക്ക് പോകാൻ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു സ്കീം ICAIക്കുണ്ട്. ആ സ്കീമിൻ്റെ പേരാണ് ഡയറക്റ്റ് എൻട്രി സ്കീം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ആരൊക്കെയാണ് ഡയറക്റ്റ് എൻട്രി സ്കീമിന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, ഈ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് എങ്ങനെയാണ് കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത്. സോ അപ്പോൾ ആദ്യം ആരൊക്കെയാണ് എലിജിബിൾ എന്നുള്ള കാര്യം നോക്കാം. ഡയറക്റ്റ് എൻട്രി എലിജിബിലിറ്റി വരുന്നത് ഗ്രാജുവേറ്റ്സിനും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിനുമാണ്. ഇതിൽ തന്നെ സെപ്പറേറ്റ് ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്പർ 1, ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളൊരു കൊമേഴ്സ് ഗ്രാജുവേറ്റോ അല്ലെങ്കിൽ അതിൻ്റെ കൊമേഴ്സ് പോസ്റ്റ് ഗ്രാജുവേറ്റോ ആണെങ്കിൽ, വിച്ച് മീൻസ് നിങ്ങൾ BComോ MComോ ചെയ്തിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ CA പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി CA ഇൻ്റർമീഡിയറ്റിലേക്ക് കയറാം. അതിന് ഒരു മാനദണ്ഡം അവർ പറയുന്നുണ്ട്. അതാണ് മിനിമം മാർക്സ് 55% ആയിരിക്കണം. ഓക്കെ, ഇപ്പം നിങ്ങൾ BComോ MComോ വെച്ച് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് BComന് അല്ലെങ്കിൽ MComന് 55% മിനിമം മാർക്സ് ഉണ്ടായിരിക്കണം. അതാണ് ഡയറക്റ്റ് എൻട്രിയിലേക്കുള്ള എലിജിബിലിറ്റി. നൗ സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്. BComോ MComോ അല്ലാതെ വേറെ ഏതെങ്കിലും ഗ്രാജുവേഷൻ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ചെയ്തിട്ടുള്ള ആളാണ് CAയിലേക്ക് നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മിനിമം മാർക്സ് ഇസ് 60%. BCom MComകാർക്ക് 55% ആണ്. നോൺ കൊമേഴ്സ് ഗ്രാജുവേറ്റ്സ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ്സിന് മിനിമം 60% ആണ്. നൗ ദർ ഈസ് അനദർ കാറ്റഗറി. നിങ്ങൾ CS അല്ലെങ്കിൽ CMAയുടെ ഇൻ്റർമീഡിയറ്റ് ക്ലിയർ ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഡയറക്റ്റ് എൻട്രി ഉണ്ട്. നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് CS അല്ലെങ്കിൽ CMAയുടെ ഇൻ്റർമീഡിയറ്റ് നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഡയറക്റ്റ് CA ഇൻ്റർമീഡിയറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ഇനി നിങ്ങൾ ഗ്രാജുവേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളത് ഫിനിഷ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. കാരണം നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് രജിസ്ട്രേഷൻ ഉണ്ട്, വിച്ച് ഇസ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കും ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന് ഇപ്പോൾ നിങ്ങളൊരു 3 ഇയർ UG പ്രോഗ്രാം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ 3rd ഇയറിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 4 ഇയർ ആയിട്ടുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഉണ്ട്, ഇപ്പോൾ കറൻ്റ്ലി നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊരു 4 ഇയർ UG പ്രോഗ്രാം ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫൈനൽ ഇയറിലാണെങ്കിലും അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള രജിസ്ട്രേഷനെ നമ്മൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്ന് പറയും. ഇനി പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതായത് 3rd ഇയർ ആൻഡ് 4th ഇയർ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് കോഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഡിഗ്രി പാസ്സായി ഫൈനൽ ഇയർ എക്സാമിന് ശേഷം വിത്തിൻ 6 മന്ത്സിനുള്ളിൽ നിങ്ങൾ അത് അപ്ലോഡ് ചെയ്തിരിക്കണം. അതാണ് ഒരു ക്രൈറ്റീരിയ. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് CA ഇൻ്റർമീഡിയറ്റിൻ്റെ ഒരു എക്സാം രജിസ്ട്രേഷൻ വരും, കോഴ്സ് രജിസ്ട്രേഷൻ കഴിഞ്ഞ്. ആ എക്സാം രജിസ്ട്രേഷൻ വരുമ്പോഴാണെങ്കിലും നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ ഫൈനൽ എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫൈനൽ ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എക്സാമിന് ശേഷം 6 മന്ത്സിനുള്ളിലോ അല്ലെങ്കിൽ CA ഇൻ്ററിൻ്റെ എക്സാം രജിസ്ട്രേഷൻ്റെ ടൈമിലോ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതിൽ രണ്ടിൽ ഏതാണോ ആദ്യം വരുന്നത് ആ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഫൈനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്കുള്ള വേറൊരു ക്രൈറ്റീരിയ. ഓക്കെ, ഇനി പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാർ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഡേറ്റ് കഴിഞ്ഞ് 8 മന്ത്സ് കഴിഞ്ഞുള്ള അറ്റംപ്റ്റിലേ നിങ്ങൾക്ക് ഇൻ്റർമീഡിയറ്റ് എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വയ്ക്കുക. നൗ എങ്ങനെയാണ് ഇപ്പോൾ ഡയറക്റ്റ് എൻട്രിയുടെ എലിജിബിലിറ്റി നമ്മൾ കണ്ടു. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഡയറക്റ്റ് എൻട്രി എലിജിബിലിറ്റി ഉള്ളവർ എങ്ങനെയാണ് ഇൻ്റർമീഡിയറ്റ് കോഴ്സിന് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, എവിടെയാണ് രജിസ്റ്റർ ചെയ്യുക? ICAIയുടെ SSP പോർട്ടലിലാണ് രജിസ്റ്റർ ചെയ്യുക. SSP പോർട്ടൽ എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് പോർട്ടൽ എന്നാണ് പറയുക. ഇത് ICAIയുടെ വെബ്സൈറ്റിലാണുള്ളത്. അതിൻ്റെ URL എന്ന് പറയുന്നത് eservices.ici.org എന്നാണ്. നിങ്ങൾക്ക് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ URL കൂടെ അറ്റാച്ച് ചെയ്തേക്കാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ. ഇനി നിങ്ങൾ ഈ സർവീസ് പോർട്ടൽ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം കാണാൻ പോകുന്ന വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. ഓക്കെ, ഇങ്ങനൊരു ലോഗിൻ പേജാണ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരിക. അതിൽ നിങ്ങൾക്ക് യൂസർ ID കാണാം, പാസ്വേഡ് കാണാം, സൈൻ ഇൻ ചെയ്യുന്ന ഓപ്ഷൻ കാണാം. ഇനി നിങ്ങളൊരു ഫസ്റ്റ് ടൈമായിട്ടാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു ഫസ്റ്റ് ടൈം യൂസറാണ്, വിച്ച് മീൻസ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ഇവിടെ ഈ സൈനിൻ്റെ താഴെ
ഫസ്റ്റ് ടൈം യൂസർ, ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് കാണാൻ പറ്റും. നിങ്ങൾ പുതിയൊരു രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ടൈം യൂസറിലേക്കാണ്. എന്നാലേ നമുക്ക് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. നൗ കമ്മിങ് ടു അടുത്ത വിൻഡോ, ആ ഫസ്റ്റ് ടൈം യൂസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും, വിച്ച് ഇസ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ, എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, കൺട്രി, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്, അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ, ബേസിക് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഏരിയയാണ്. ഇതൊക്കെ ആസ്ട്രിസ്ക് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക, റീചെക്ക് ചെയ്യുക, പ്രൂഫ് റീഡ് ചെയ്യുക, കറക്റ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത്. ആൻഡ് ദെൻ യു ക്യാൻ ഗോ ടു അനദർ ഓപ്ഷൻ വിച്ച് ഇസ് ജനറേറ്റ് OTP. ഇതിന് താഴെ തന്നെ ഉണ്ടാവും ജനറേറ്റ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്യുക. സോ വൺസ് ജനറേറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആവും. വിച്ച് മീൻസ് നിങ്ങൾ നോർമലി ഏത് എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൊടുക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ക്യാപ്ച കോഡ് വരും. ഈ ക്യാപ്ച കോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കുക. എൻറ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നുണ്ടാവുക. വൺസ് OTP വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ OTP എൻറ്റർ ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണിക്കും. OTP എൻറ്റർ ചെയ്യുക ആൻഡ് ദെൻ യു വിൽ ഹാവ് ടു ക്ലിക്ക് ഓൺ വാലിഡേറ്റ് OTP. ഓക്കെ, വാലിഡേറ്റ് OTP കഴിഞ്ഞിട്ട് OTP വാലിഡേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ SSPയുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ്, അതായത് യൂസർ ID ആൻഡ് പാസ്വേഡ് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്ക് ഒരു ഇമെയിൽ ആയിട്ട് വരും. ആൻഡ് ഓൾസോ ആൻ SMS ടു യുവർ മൊബൈൽ നമ്പർ. സോ വൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ ID ആൻഡ് പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ബാക്ക് അഗൈൻ ടു SSP പോർട്ടൽ. യൂസർ ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ആൻഡ് ദെൻ യു ക്യാൻ സൈൻ ഇൻ. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. നൗ വൺസ് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്: സ്റ്റുഡൻറ്റ് ഫംഗ്ഷൻസ്, എക്സാം ഫംഗ്ഷൻസ് ആൻഡ് പോസ്റ്റ് എക്സാമിനേഷൻ സർവീസസ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് യു വിൽ ഹാവ് ടു ക്ലിക്ക് ഓൺ സ്റ്റുഡൻറ്റ് ഫംഗ്ഷൻസ്. അപ്ലൈ ഫോർ CA കോഴ്സിന് താഴെയുണ്ട്, യു വിൽ ഹാവ് ടു ക്ലിക്ക് ഓൺ സ്റ്റുഡൻറ്റ് ഫംഗ്ഷൻസ്. സ്റ്റുഡൻറ്റ് ഫംഗ്ഷൻസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തത് ഓപ്പൺ ആയി വരാൻ പോകുന്നത് ഇങ്ങനൊരു വിൻഡോ ആണ്. ഇതിൽ നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ കോഴ്സ് രജിസ്ട്രേഷൻ. നമ്മൾ രജിസ്റ്റർ ചെയ്യാനായി വന്നത്, അതുകൊണ്ട് തന്നെ കോഴ്സ് രജിസ്ട്രേഷൻ ചൂസ് ചെയ്യുക. ആൻഡ് ദെൻ യു ക്യാൻ സീ 2 more ഓപ്ഷൻസ്. ഒന്ന് അപ്ലൈ ഫോർ ഫൗണ്ടേഷൻ കോഴ്സ്. നിങ്ങളത് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ്ലി ഇൻറ്റർമീഡിയറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ യു ഗോ ഫോർ ദ സെക്കൻഡ് ഓപ്ഷൻ വിച്ച് ഇസ് അപ്ലൈ ഫോർ ഡയറക്റ്റ് എൻട്രി ഫോർ ന്യൂ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തത് ഓപ്പൺ ആയി വരാൻ പോകുന്ന വിൻഡോ ഇതാണ്. ഓക്കെ, ഈ വിൻഡോ ഓപ്പൺ ആകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇവിടെ ഒരു അലേർട്ട് കാണാൻ പറ്റും. ഈ അലേർട്ട് എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ എലിജിബിലിറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യുകയാണ്. അതായത് ഡയറക്റ്റ് എൻട്രി ഫോമാണ് നിങ്ങൾ ചൂസ് ചെയ്തേക്കുന്നത്. ഈ ഡയറക്റ്റ് എൻട്രി എലിജിബിലിറ്റി ഉള്ളവർ ആരാണ്? ഓൺലി പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളാണ് എന്നവർ ഒന്നും കൂടെ അലേർട്ട് തരും. നിങ്ങൾ ഓൾറെഡി അത് ആയതുകൊണ്ടാണ് ഡയറക്റ്റ് എൻട്രി ചൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് ജസ്റ്റ് ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ അലേർട്ട് അവിടെ നിന്ന് പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ടാബ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഓൾറെഡി കാൻഡിഡേറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് രജിസ്ട്രേഷൻ ടൈമിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ കുറച്ച് പെൻഡിങ് ഡീറ്റെയിൽസ് ഉണ്ടാവും, വിച്ച് ഇസ് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം, കറസ്പോണ്ടൻസ് അഡ്രസ് ആൻഡ് ദെൻ പെർമനൻറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള ബാക്കിയുള്ള പെൻഡിങ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യു ക്യാൻ ഗോ ഫോർ ദി ഓപ്ഷൻ സേവ് ആൻഡ് നെക്സ്റ്റ്. സേവ് ആൻഡ് നെക്സ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്തത് വരാൻ പോകുന്ന വിൻഡോ ഇതാണ്. നൗ ഇവിടെയാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഏരിയ. നിങ്ങളുടെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അവർ ചോദിച്ചേക്കുന്നത് നോക്കാം. യുവർ ക്ലാസ് 10, യുവർ ക്ലാസ് 12, ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിൽ ക്ലാസ് 10 ആൻഡ് ക്ലാസ് 12 ആണ് കൊടുത്തേക്കുന്നത്. നൗ വേറൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് കോപ്പീസ് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. സെൽഫ് അറ്റസ്റ്റഡ് സ്കാൻഡ് കോപ്പീസ് ആയിരിക്കണം. നിങ്ങൾക്ക് ഐദർ യു ക്യാൻ യൂസ് സ്കാനർ അല്ലെങ്കിൽ അഡോബിൻ്റെ സ്കാൻ ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാം. സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അത് സെൽഫ് അറ്റസ്റ്റഡ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം അങ്ങനെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ യുവർ ആപ്ലിക്കേഷൻ വിൽ ബി റിജക്റ്റഡ്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കോപ്പീസ്, സ്കാൻഡ് കോപ്പീസ് സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അത് ICAIയുടെ ഒരു റൂളാണ്. ഇവിടെ ഒരു പ്രത്യേകം നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. യു മസ്റ്റ് അപ്ലോഡ് സെൽഫ് അറ്റസ്റ്റഡ് സ്കാൻഡ് കോപ്പീസ് ഓഫ് യുവർ ഡോക്യുമെൻറ്റ്സ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. സോ
നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് 10ഉം ക്ലാസ് 12ഉം കാണാം. അതിൻ്റെ മന്ത് ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ, നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചത്, CBSE ആണോ, കേരള സിലബസ് ആണോ, സ്റ്റേറ്റ്സ്, അങ്ങനെ നിങ്ങൾ ഏത് സ്റ്റേറ്റ് സിലബസിലാണോ പഠിച്ചത്, നിങ്ങളുടെ ബോർഡ് അല്ലെങ്കിൽ അതോറിറ്റി ഇവിടെ മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. യു ക്യാൻ എൻറ്റർ യുവർ മന്ത് ആൻഡ് ഇയർ ഓഫ് എക്സാമിനേഷൻ. നിങ്ങൾ റിസൾട്ട് അവൈറ്റ് ചെയ്ത് നിൽക്കുകയാണോ, അവൈറ്റ് ചെയ്ത് നിൽക്കുക അല്ലായിരിക്കും, ഡെഫിനറ്റ്ലി യു വിൽ പാസ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പാസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. മാർക്സ് ഒബ്റ്റെയിൻഡ്, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അപ്ലോഡ് ചെയ്യുക. റിമൈൻഡർ, സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. നൗ വൺസ് യു അപ്ലോഡ് യുവർ ക്ലാസ് 10th ആൻഡ് ക്ലാസ് 12th സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്ക് അടുത്തത്, നിങ്ങൾ ഡയറക്റ്റ് എൻട്രി കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ സ്കാൻഡ് കോപ്പീസും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഏരിയയാണ് ഇത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽസ് ഓഫ് യുവർ UG ക്വാളിഫിക്കേഷൻസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഇറ്റ് മസ്റ്റ് ബി സെൽഫ് അറ്റസ്റ്റഡ് സ്കാൻഡ് കോപ്പീസ്. എല്ലാ സെമസ്റ്റേഴ്സിൻ്റെയും മാർക്ക് ഷീറ്റ് ആൻഡ് അഡ്മിറ്റ് കാർഡ്, ഇതാണ് അവർ ചോദിച്ചേക്കുന്നത്. അഡ്മിറ്റ് കാർഡ് ഓർ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, എല്ലാത്തിൻ്റെയും സ്കാൻഡ് കോപ്പീസ് മാത്രം കൊടുക്കുക. ഇവിടെയാണ് നിങ്ങൾ ഏത് ഡിഗ്രിയാണ് പഠിച്ചത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കുന്നത് BArch, ബാച്ചുലർ ഓഫ് ആർക്കിടെക്ചർ. ആൻഡ് ദെൻ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾ പഠിച്ചത്, വാട്ട് വാസ് ദ ഇയർ മന്ത് ആൻഡ് ഇയർ ഓഫ് യുവർ എക്സാമിനേഷൻ. റിസൾട്ട് അവൈറ്റഡ് ആണെങ്കിൽ ഇവിടെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഡിഗ്രി, വിച്ച് മീൻസ് യു ആർ സ്റ്റിൽ അവൈറ്റിംഗ് യുവർ റിസൾട്ട്. അവൈറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഗ്രാജുവേഷൻ കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിവിടെ പാസ്ഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ ഇവിടെ കൊടുക്കേണ്ടത് അവൈറ്റഡ് അല്ലെങ്കിൽ പാസ്ഡിൻ്റെ അവിടെ നിങ്ങൾക്ക് അവൈറ്റഡ് എന്ന് കൊടുക്കാം. നിങ്ങൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി അവൈറ്റഡ് കൊടുത്തു കഴിയുമ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ താഴെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഓട്ടോമാറ്റിക്കലി Y എന്ന് വരും, വിച്ച് മീൻസ് യു ആർ ഡൂയിങ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ അവിടെ യെസ് എന്ന് ഓട്ടോമാറ്റിക്കലി വരും വെൻ യു ഗിവ് ഹിയർ അവൈറ്റഡ് എന്നുള്ള സാധനം കൊടുക്കുമ്പോൾ. ഓക്കെ, നൗ ദ നെക്സ്റ്റ് തിങ് ഇസ്, ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന സാധനമാണ്. യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ് ഹിയർ. ഒന്ന് ജോയിൻ ഫോർ കോഴ്സ് എന്നുള്ള ഫീൽഡാണ് ഈ കാണിക്കുന്നത്. നിങ്ങൾ അവിടെ നിങ്ങൾക്ക് മേളിൽ കാണാം മീഡിയം ഓഫ് സ്റ്റഡി യു വിൽ ഹാവ് ടു ഗിവ് ഇറ്റ് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് ആണല്ലോ ചൂസ് ചെയ്യുന്നത്. സോ ജോയിൻ ഫോർ കോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും ബോത്ത് ഗ്രൂപ്പ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് എക്സാം ആൻഡ് വിത്ത് ആർട്ടിക്കിൾ എന്നുള്ളത് യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് യെസ് ഹിയർ. അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. നൗ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ വിൻഡോ ആണ്. പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ വിൻഡോയിൽ യു ക്യാൻ സീ ഇവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വിച്ച് ഇസ് യുവർ ഫോട്ടോ, യുവർ സിഗ്നേച്ചർ, യുവർ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലീവിംഗ് സർട്ടിഫിക്കറ്റ് വിച്ച് ഇസ് യുവർ TC, അല്ലെങ്കിൽ യുവർ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നൗ ഈ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓൺലി സ്കാൻഡ് കോപ്പി ഈസ് അക്സെപ്റ്റഡ്. നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ക്യാമറയിലോ ഡയറക്റ്റ്ലി ക്യാപ്ചർ ചെയ്ത ഇമേജസ് ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഓൺലി സ്കാൻഡ് കോപ്പി, അത് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഈ കൊടുക്കുന്ന ഇമേജസിനും ഡയമെൻഷൻസ് പറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. മാക്സിമം സൈസ് ഓഫ് ഇമേജ് ഇസ് വിഡ്ത്ത് ഇസ് 21 cm ആൻഡ് ലെങ്ത് ഇസ് 27 cm. ഈ ഡയമെൻഷൻസിലുള്ള ഇമേജസ് ആണെങ്കിൽ മാത്രമേ ആപ്ലിക്കേഷൻ മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് മൂന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. യുവർ ഫോട്ടോ, യുവർ സിഗ്നേച്ചർ, യുവർ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്, അല്ലെങ്കിൽ യുവർ സ്കൂൾ ഓർ കോളേജ് TC. നൗ ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് താഴെ വേറെ ഒരു വിൻഡോ കാണാൻ പറ്റും, വിച്ച് ഇസ് സബ്സ്ക്രിപ്ഷൻ ഫോർ മെമ്പേഴ്സ് ജേർണൽ. ഈ സബ്സ്ക്രിപ്ഷൻ ഫോർ മെമ്പേഴ്സ് ജേർണൽ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. നിങ്ങളത് ചൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾ രജിസ്ട്രേഷൻ ഫീ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ ഫീസിൻ്റെ ഡീറ്റെയിൽസും പറയുന്നതിൻ്റെ താഴെ സബ്സ്ക്രിപ്ഷൻ ഫോർ മെമ്പേഴ്സ് ജേർണൽ ₹400 ഫോർ ഇന്ത്യൻ സ്റ്റുഡൻസ് എന്ന് കാണിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി, ബട്ട് ഇഫ് യു വാണ്ട് ദ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സ്ട്രാ ഒരു ₹400 കൂടെ ആഡ് ആവും. ദിസ് സബ്സ്ക്രിപ്ഷൻ ഇസ് ഫോർ 1 year. ഓക്കെ, അത് വേണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ടിക്ക് ദ ബോക്സ്. ആൻഡ് ദെൻ താഴേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫീ കാണാൻ പറ്റും. CA ഇന്റർമീഡിയറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും യുവർ ഫീ ഇസ് ₹18,000. വൺസ് നിങ്ങൾ ഫീ പേയ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടാൻ പോകുന്നത് പേയ്മെന്റ് ഗേറ്റ്വേയുടെ വിൻഡോ ആയിരിക്കും. നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം, ഐദർ UPI or ബാങ്ക് ട്രാൻസ്ഫർ, എനിത്തിങ് ദാറ്റ് യു വുഡ് ലൈക്ക്. വൺസ് യു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് യുവർ പേയ്മെന്റ്, നിങ്ങൾക്ക് താഴെ സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും, വിച്ച് ഇസ് നിങ്ങൾ ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ആപ്ലിക്കേഷൻ വിൽ ഓട്ടോമാറ്റിക്കലി ഗോ ടു ICAI ഫോർ അപ്രൂവൽ. ആൻഡ് വൺസ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഇമെയിൽ ഓൾസോ.
നിങ്ങളുടെ ആപ്ലിക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. ആക്ച്വലി നിങ്ങളുടെ ആപ്ലിക്കേഷൻ, അതായത് എത്രയും വരെയായി, ഇപ്പോഴും പെൻഡിങ് ആണോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എഗൈൻ യു വിൽ ഹാവ് ടു ഗോ ടു ദി SSP പോർട്ടൽ, ക്രെഡൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. ആൻഡ് ദെൻ യു ക്യാൻ സീ സബ്മിറ്റഡ് അല്ലെങ്കിൽ പെൻഡിങ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ സ്റ്റുഡൻറ്റ് കോഴ്സ് രജിസ്ട്രേഷൻ ഫോം. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റേറ്റസ് വ്യൂ ചെയ്യാൻ പറ്റുന്നത്. സോ ഹിയർ യു ക്യാൻ സീ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ പറ്റും, ഇൻവോയ്സ് നമ്പർ, നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റ് സ്ലിപ്പിൻ്റെ ഇൻവോയ്സ് നമ്പർ കാണാൻ പറ്റും. ഇവിടെ ആപ്ലിക്കേഷൻ സ്റ്റേറ്റസ് എന്നുള്ളിടത്ത് യു ക്യാൻ ഐദർ സീ പെൻഡിങ് അല്ലെങ്കിൽ യു ക്യാൻ സീ അപ്രൂവ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ. പെൻഡിങ് ആണെങ്കിൽ അവരിപ്പോഴും അപ്രൂവൽ തന്നിട്ടില്ല, അപ്രൂവ്ഡ് ആണെങ്കിൽ യു ക്യാൻ മൂവ് ഫോർവേഡ് ടു ദി അതർ ഓപ്ഷൻസ്. മനസ്സിലായോ? അങ്ങനെയാണ്, ഇത്രയാണ് നമ്മൾ ആപ്ലിക്കേഷൻ കോഴ്സ് രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പ്രോസസ്സ്. ഇത്ര സ്റ്റെപ്സ് ആണ്. സോ വൺസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ICAI അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ. ഇവർ പറയുന്നുണ്ട് സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ ആൻഡ് യുവർ പെർമനൻറ്റ് സ്റ്റുഡൻറ്റ് ലോഗിൻ ID ആൻഡ് പാസ്വേഡ്. ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ IDയിലേക്ക് ICAIയുടെ മെയിൽ ത്രൂ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ആദ്യമായി CAയുടെ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. പലരും വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത് കോഴ്സ് രജിസ്ട്രേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. എക്സാമിന് ഒരു 2 months പ്രയറെങ്കിലും എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന വേറൊരു പ്രോസസ്സ് ഉണ്ടാവും. അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ഫൈനലായിട്ട് നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. ഇത് കോഴ്സ് രജിസ്ട്രേഷൻ മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ആദ്യമായി ഒരു CAയുടെ കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ്, ദിസ് ഈസ് ഓൺലി കോഴ്സ് രജിസ്ട്രേഷൻ. എക്സാമിന് നിങ്ങൾ അപ്പിയർ ചെയ്യാൻ പോകുന്ന ഇൻ്റർമീഡിയറ്റ് എക്സാമിന് ഒരു 2 months പ്രയറെങ്കിലും എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് കിട്ടുകയും പിന്നെ ഫർദർ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതുപോലെ CAനെ പറ്റിയിട്ടുള്ള കൂടുതൽ നോട്ടിഫിക്കേഷൻസ്, കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫോളോ വോച്ചസ് അക്കാഡമി ഓഫ് കൊമേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ ആൻഡ് ഓൾസോ യു ക്യാൻ ഫോളോ us ഓൺ ഇൻസ്റ്റഗ്രാം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോമെൻറ്റ് ബിലോ ദിസ് വീഡിയോ. നമ്മൾ അതിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഹാപ്പി ലേണിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.